സാക്ഷാത്കാരം നേടിയ ധാരാളം സ്ത്രീരത്നങ്ങളെ വേദപുസ്തക താളുകളിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. കർത്തൃത്വമില്ലാത്ത കേവല ജീവികളായല്ല, കാലഘട്ടമുയർത്തിയ കാഠിന്യങ്ങളെ കർത്താവിനോട് ചേർന്ന് അതിജീവിച്ച കരുത്തരായും കാരുണ്യത്തിന്റെ കാവലാളുമായുമാണ് അവർ ഇന്നും കളം നിറഞ്ഞു നിൽക്കുന്നത്. അവരിൽ ചിലരെ കണ്ടും കേട്ടും മനസ്സ് നിറയാൻ നമുക്കിതാ അവസരമൊരുങ്ങുന്നു. ഡാളസ് സെന്റ് പോൾസ് ചർച്ച് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു വേദപുസ്തകത്തിലെ വിശ്വസ്ത വനിതാ രത്നങ്ങൾ. സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ, വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം ചെന്നിട്ടും ഒരു പുത്രനെ ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീ രത്നം. മിരിയാം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ സഹോദരന്മാരായ അഹരോനോടും മോശയോടും ഒപ്പം നിന്ന ധീര വനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടി അവളുടെ പിന്നാലെ ചെന്നു. ദബോര, ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ദബോര. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്ക് എതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രയേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവ്വം ബാരാക്കിനോടും സൈന്യത്തോടുമൊപ്പം അവൾ പുറപ്പെട്ടു. കനാന്യർക്ക് എതിരെയുള്ള യുദ്ധത്തിൽ ഉജ്ജ്വല വിജയം നേടുവാൻ ദൈവം നിയോഗിച്ച ദീർഘദർശിനി. അതിനുശേഷം ദെബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. രൂത്തും നവോമിയും. യഹോവയോടും അമ്മാവിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത യഹൂദ നാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ട മൊവാബിയ സ്ത്രീയായ റൂത്ത്. തന്റെ ദൈവഭക്തിയും കഠിന അധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന ഉറച്ച നിലപാടെടുത്ത റൂത്ത് തന്റെ അമ്മാവിയമ്മയോട് പറ്റിച്ചേർന്ന് നിന്നു. റൂത്ത് മരുമകൾക്ക് ഒരു ഉത്തമ മാതൃകയാണ്. ഹന്ന, ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃക ആക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ കരയുന്ന മാതാവിന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെയാണ് ഹന്നയുടെ ജീവിതത്തിൽ നാം ദർശിക്കുന്നത്. ഹന്നയെ പോലെ നമുക്ക് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അബിഗയിൽ, കർമ്മേലിലെ മഹാധനികനായ നാബാലിന്റെ ഭാര്യ. അവിവേകിയും ദുഷ്ടനുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ വിവേകം കൊണ്ടും സന്ദർഭോചിതമായ ഇടപെടലുകൾ കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത. എസ്തർ, അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായ എസ്തർ തന്റെ രാജ്ഞി പദത്തിലും കൊട്ടാരത്തിന്റെ സുഖലോലുപതയിലും ആഹ്ലാദിക്കാതിരുന്ന എസ്തർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജ്യസന്നിധിയിൽ ധൈര്യത്തോടെ നിലകൊണ്ട
പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ. മറിയയും എലിസബത്തും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ ജനിക്കുവാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയ സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം. യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ജനിച്ച സ്നാപക യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത് തന്റെ കർത്താവിന്റെ അമ്മ അടുത്തു വന്നപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു അത് തിരിച്ചറിഞ്ഞു. ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളും പാലിച്ചിരുന്ന ഉത്തമയായ സ്ത്രീയായിരുന്നു എലിസബത്ത്. ഹന്ന പ്രവാചകി. ആഷേർ ഗോത്രത്തിൽ ഫെനുവലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സ് ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്നയ്ക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറുടെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്തു. എപ്പോഴും നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു മനം കലങ്ങിയുമിരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃക ആക്കാവുന്നതാണ്. ശമരിയക്കാരി സ്ത്രീ. യേശു മശിഹ ആണെന്ന് തിരിച്ചറിഞ്ഞ ശമരിയക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരുവാൻ വന്ന കാര്യം പോലും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് താൻ അറിഞ്ഞ കാര്യം എല്ലാവരോടും അറിയിക്കുന്നു. അവളുടെ വാക്ക് കേട്ട് ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാൻ എത്തുന്നു. ഒരു ജനതയെ യേശുവിലേക്ക് അടുപ്പിച്ച സുവിശേഷക. ഫേബ. റോമർ 16 അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പരാമർശിക്കുന്ന 1-ാം നൂറ്റാണ്ടിലെ ഒരു പ്രമുഖ ക്രിസ്ത്യൻ വനിതയായിരുന്നു ഫേബ. കൊരിന്തിനടുത്തുള്ള ഒരു തുറമുഖ നഗരമായ കെങ്ക്രയ സഭയുടെ ശുശ്രൂഷകയായി അവർ സേവനമനുഷ്ഠിച്ചു. സഭയുടെ ഒരു അംഗവും ശുശ്രൂഷക്കാരിയും എന്ന നിലകളിലും പൗലോസ് ഉൾപ്പെടെ പലരെയും പിന്തുണച്ച ഒരാളായും പൗലോസ് അവളെ പ്രശംസിക്കുന്നു. പാരമ്പര്യം അനുസരിച്ച് പൗലോസിന്റെ ലേഖനം റോമക്കാർക്ക് എത്തിക്കുവാൻ ഫേബയെ ചുമതലപ്പെടുത്തി. അവളുടെ വിശ്വസ്തത, നേതൃത്വം, ആത്മീയ പക്വത എന്നിവ ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ പ്രസിദ്ധമായിരുന്നു. തിരുവഴുത്തിൽ അവളുടെ പരാമർശം ആദിമസഭയിലെ സ്ത്രീകളുടെ പങ്കിന്റെ ശക്തമായ തെളിവായി നിലകൊള്ളുന്നു. മഗ്ദലക്കാരത്തി മറിയം. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലക്കാരത്തി മറിയം. മരണസമയത്തും യേശുവിനൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതികാലത്ത് കല്ലറയ്ക്കലെത്തിയ മറിയത്തെയാണ് താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന സത്വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത്. അപ്പോസ്തലരുടെ അപ്പോസ്തല മഗ്ദലക്കാരത്തി മറിയം. വേദപുസ്തകത്താളിൽ ഇന്നും ജീവിക്കുന്ന ഈ സ്ത്രീരത്നങ്ങൾ വിധേയത്വത്തിന്റെയും വിശ്വസ്തതയുടെയും ഭക്തിയുടെയും ഉത്തമ മാതൃക നമുക്ക് അർപ്പിക്കുന്നു. ദൈവാശ്രയ ബോധത്തോടെ തങ്ങളുടെ പ്രതിസന്ധികളിൽ കത്തിച്ചൊരിച്ച ഈ തീനാളങ്ങൾ ഊരുകളിൽ നമ്മുടെ ജീവിതപാതകൾ മാർഗദീപങ്ങൾ